ബോസില് കുറച്ചു മുന്നേ ലൈവിൽ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഷാനവാസ്, ശൈത്യ, നൂറ, ആദിലായിരുന്നു സംസാരിക്കുന്നു. ആദില കുറച്ചു നേരം സംസാരിച്ചപ്പോഴത്തേക്കും സാരിക വന്നപ്പോഴത്തേക്കും അവരെ കൂടെ പോയി, എന്തോ ആവശ്യത്തിന് വിളിച്ചു പോയി. അപ്പൊ ഇവരിരുന്ന് അവിടെ സംസാരിക്കുന്ന ഒരു ടോക്ക് ഉണ്ടായിരുന്നു. അത് ഈ പറയുന്ന തരത്തില് ഓരോ കാര്യങ്ങൾ പറഞ്ഞു വന്ന കൂട്ടത്തില് അതില് അനീഷിന്റെയും അനുമോളുടെയും കാര്യം എടുത്തിട്ടു. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഷാനവാസ് പറയുന്നുണ്ട്. അതായത് ഇപ്പൊ അനുമോള് കുറച്ചൊന്ന് ഇതായിട്ട് നിൽക്കുവാണ് എന്റെ അടുത്ത് എന്നുള്ളത്. കാരണം എന്ന് പറയുന്നത് ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ആ ഗ്രാഫ് കൊടുത്തതിൽ ഷാനവാസ് നല്ല രീതിക്കുള്ള ഒരു പണിയാണ് അനുവിന് കൊടുത്തത്. കാരണം എല്ലാത്തിലും 0-10% ആ ഒരു തരത്തിലുള്ള ഗ്രാഫ് അത് അനുമോക്ക് അത്ര ബോധിച്ചിട്ടില്ല അല്ലെങ്കിൽ പിടിച്ചിട്ടില്ല എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ ഷാനവാസിന്റെ അടുത്ത് പെരുമാറുന്നത്. അപ്പൊ അത് സംസാരിച്ചു വന്ന കൂട്ടത്തിലും ഞാൻ അത് കൊടുക്കാനുള്ള കാരണവും ഷാനവാസ് വ്യക്തമാക്കി. അതായത് അനീഷിന്റെ അടുത്ത് ഈ പറയുന്ന അനുമോള് കാണിച്ച ചില കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്കതിൽ അത്രത്തോളം പിടിക്കാത്തതായി പോയത് എന്നുള്ള തരത്തിൽ ഷാനവാസ് അത് വ്യക്തമാക്കുന്നു. അതായത് അനീഷിനോട് അവിടെ ഈ പറയുന്ന അനുമോള് കാണിച്ചത് ഒരു വളരെ ചീപ്പായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത്. അതായത് അനീഷ് മാറ്റർ മിസ്യൂസ് ചെയ്യുകയായിരുന്നു, അനീഷുമായിട്ടുള്ള ആ ഒരു കാര്യം മിസ്യൂസ് ചെയ്യുകയായിരുന്നു അനുമോൾ എന്നാണ് ഷാനവാസ് പറഞ്ഞത്. അതായത് ലാലേട്ടന്റെ എപ്പിസോഡില് തലേ ദിവസം നൂറയോട് ചോദിച്ചു എന്ന് ഷാനവാസ് ആ വിഷയം, അതായത് ഈ ഒരു വിഷയം അനീഷ് ക്ലോസ് ചെയ്ത ഒരു കാര്യമാണ്. പക്ഷേ ഇവള് അത് അവിടെ മുഴുവൻ പറഞ്ഞു നടന്നു എല്ലാവരടുത്തും. അനീഷ് ഒറ്റ മനുഷ്യന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ ഇവൾ അത് പറഞ്ഞു നടന്നു, എല്ലാവരടുത്തും പറഞ്ഞു നടന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം അവൾക്ക് അത് എല്ലാവരിലും എത്തിക്കണം. അത് മാത്രമല്ല അത് ലാലേട്ടന്റെ എപ്പിസോഡിൽ ചർച്ച കൂടി ചെയ്യപ്പെടണം എന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അവൾ ആ ഒരു തരത്തിൽ ഈ മാറ്റർ വലിയ തോതിലാക്കാനായിട്ട് നോക്കിയത്. അല്ലെങ്കിൽ ആ സ്പോട്ടിൽ ഒരു മറുപടി കൊടുത്ത് അത് അവർ തമ്മിൽ തന്നെ അത് തീർക്കാനുള്ള വിഷയം അത് പിന്നെ വലിയൊരു ചർച്ചയിലേക്ക് അവൾ തന്നെയാണ് അത് നയിച്ചത്. അത് മാത്രമല്ല ഷാനവാസ് മറ്റൊരു കാര്യം പറഞ്ഞത്, അനീഷ് നടത്തിയ പ്രണയാഭ്യർത്ഥന ഗെയിമായിട്ടാണ് അനുമോൾ അത് യൂസ് ചെയ്തത് എന്നുള്ള തരത്തിലും പറയുന്നു ഷാനവാസ്. ആൾക്കാരെ പോലും വിഡ്ഢികളാക്കാനായിട്ടാണ് അവിടെ അനുമോൾ ശ്രമിച്ചതെന്നും അനീഷിനെ കൊണ്ട് കുരങ്ങ് കളിപ്പിക്കുകയായിരുന്ന പോലെയാണ് തോന്നിയത് എന്നും ഷാനവാസ് അവിടെ പറയുന്നു. ഒറ്റയാനായിട്ട് നിന്ന ആളെ ഡൗൺ ആക്കുകയാണ് അവിടെ അനുമോൾ ചെയ്തതെന്നും ഷാനവാസ് പറയുന്നു. അതായത് വെറുതെ അനീഷിനൊരു ഇത് തോന്നത്തില്ല, ഇവള് പല രീതിയിൽ അവിടെ പലതും കാണിച്ചിട്ട് തന്നെയാണ് അനീഷ് ആ ഒരു തരത്തിൽ അവളോട് ഇഷ്ടം തുറന്നു പറഞ്ഞതെന്നും അവിടെ പറയുന്നു. നൂറയായാലും ഈ പറയുന്ന തരത്തില് ഷാനവാസ് ആയ, അതായത് മുൻകാലങ്ങളിൽ ഇവളുടെ പെരുമാറ്റം കൊണ്ടാണ് അനീഷിന് ഇഷ്ടം തോന്നിയത് എന്ന് അനീഷ് തന്നെ ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഷാനവാസ് പറയുന്നത്. അതായത് അനു പെരുമാറിയ അല്ലെങ്കിൽ അനീഷിനോട് കാണിച്ച ഓരോ രീതികൾ അതൊക്കെ കൊണ്ടാണ് അനീഷിന് ഇഷ്ടം തോന്നിയത് എന്നുള്ള തരത്തിൽ അനീഷ് പറഞ്ഞു എന്ന് ഷാനവാസ് പറയും. പക്ഷെ ആ ഒരു പ്രണയത്തെ അനുമോളത് ഗെയിമാക്കി മാറ്റി അവിടെയും വിഡ്ഢിയാക്കാനായിട്ട് നോക്കിയത് അനുമോളാണ് എന്നുള്ള തരത്തിലും ഷാനവാസ് പറയും. ഒരാളുടെ ഫീലിങ്സിനെ വെച്ചിട്ടാണ് അവിടെ അനുമോൾ കളിച്ചതെന്നും പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം അവിടെ വെളിപ്പെടുത്തിയത് ശൈത്യയാണ്. അതായത് ഈ സംസാരിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തില് ഈ പ്രവീണും അതോടൊപ്പം തന്നെ അനുമോളുമായിട്ട് ഒരു ലവ് ട്രാക്ക് കോംബോ ഇടാനൊക്കെ തന്നെ അവിടെ അനുമോൾ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തില് ശൈത്യ അവിടെ പറയുന്നു. അതായത് പ്രവീൺ ലവ് ട്രാക്ക് ഇടാനായിട്ട് ഇവർ തമ്മിൽ ഒരു ഡീൽ എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പ്രവീൺ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് ശൈത്യ പറയുന്നു. അതായത് അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രവീണിന്റെ അടുത്ത്, എല്ലാ ക്യാമറയും നമ്മളെ തന്നെ ഫോക്കസ് ചെയ്യും, നമ്മൾ രണ്ടുപേരും മാത്രമുള്ളപ്പോൾ, അതുകൊണ്ട് തന്നെ നമുക്കൊരു ലവ് കോംബോ ഇടാമെന്ന് അനു പറഞ്ഞു എന്നാണ് ശൈത്യ പറയുന്നത്. അതായത് പ്രവീണിന്റെ അടുത്ത് പറഞ്ഞുവെന്നും പ്രവീണാണ് ഈ വിഷയം പുറത്തു വെച്ച് ശൈത്യയുടെ അടുത്ത് പറഞ്ഞതെന്നും ശൈത്യ പറയുന്നു. അപ്പോ അനുമോള് ഇവിടെ ഒരു ലവ് കോംബോ ഇടാനായിട്ട് വളരെ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. അതായത് പ്രവീൺ ഉണ്ടായിരുന്ന സമയത്ത് പ്രവീണുമായിട്ട് ഒരു ലവ് കോംബോ അത് നമുക്കും പലതവണ തോന്നിയ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അത് വർക്കൗട്ട് ആയില്ല. കാരണം അപ്പോൾ തന്നെ പ്രവീൺ ഔട്ട് ആവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു. അപ്പോൾ ഇത് അനുമോളും പ്രവീണും തമ്മിൽ ഡിസ്കസ് ചെയ്ത് അവരൊരു ഡീലിലെത്തിയ കാര്യമായിരുന്നു എന്നുള്ളതും അവിടെ ശൈത്യ തുറന്നു പറയുന്നു. എന്തായാലും അനുമോൾ പ്രവീൺ തമ്മിലുള്ള ഒരു ലവ് കോംബോ അവിടെ പ്ലാനിങ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന തരത്തില് ഷാനവാസ് ഈ അനീഷ് അനുമോൾ വിഷയം അതിൽ അനുമോള് അനീഷിന്റെ ഫീലിങ്സ് വെച്ച് ഗെയിം കളിക്കുകയായിരുന്നു എന്നുമാണ് ലൈവിൽ പറഞ്ഞത്. കൂടുതൽ BB അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.